Welcome to Qubit Academy. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 24/8/2024 മുതൽ 30/8/2024 വരെയുള്ള എന്താണ് കറണ്ട് അഫയേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നോക്കാം എന്താണ് ആദ്യത്തെ ന്യൂസ്. അമെൻഡഡ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി ഫോർ ദ സ്പേസ് സെക്ടർ. ഇതാണ് ന്യൂസ് വരാൻ കാരണം. എന്താണ് ന്യൂസ് എന്താണ് വന്നിരിക്കുന്നത്? A recent study commissioned by Indian Space Research Organization, that means ISRO, and an European Space Consultation Agency, now Space has revealed that the economic impact of their space missions was 2.5 times the investment, amounting to billions of dollars. Okay, ഇതാണ് ന്യൂസ് വരാനുള്ള എന്താണ് ഒരു കാരണം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസീസ് സ്പേസ് ഇൻഡസ്ട്രിയിലുള്ളത്. എന്താണ് റീസെൻ്റ്ലി ദ ഗവൺമെൻറ് ഹാസ് മെയ്ഡ് അമെൻമെൻറ്റ്സ് ഇൻ ദ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി pertaining to the space industry. It aims to align with the Indian Space Policy 2023, which seeks to unlock the nation's potential in the space domain through enhanced private partnership. അതായത് എന്താണ് നിലവിൽ സ്പേസ് സെക്ടറിൽ എന്താണ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൂടി, അതും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൂടി എന്താണ് കൊണ്ടുവന്നിട്ടുള്ളതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇനി എന്താണ് ഇതിൽ കൊണ്ടുവന്ന അമെൻമെൻറ്റുകൾ ഏതൊക്കെയാണ് സ്പേസ് സെക്ടറുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റുമായി കൊണ്ടുവന്ന അമെൻമെൻറ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് 100% FDI അലൗഡ്. ഓക്കെ, എന്താണ് സ്പേസ് സെക്ടറിൽ എന്താണ് 100% FDI, അതായത് 100% എന്ത് ചെയ്യാം ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആകാം എന്ന് കൊണ്ടുവന്നു. അതായത് എന്താണ് ആഫ്റ്റർ ദ റീസെൻറ്റ് അമെൻമെൻറ്റ് 100% FDI ഈസ് pertaining in the space sector, aiming to attract potential investors to Indian space companies. ഓക്കെ, ഇതാണ് പ്രധാനമായി വന്നൊരു മാറ്റം. നെക്സ്റ്റ് വണ്ണാണ് ഇത് ലിബറലൈസ്ഡ് എൻട്രി റൂട്ട്സ്. എന്താണ് പറയുന്നത്? ദ എൻട്രി റൂട്ട്സ് ഫോർ വേരിയസ് സ്പേസ് ആക്ടിവിറ്റീസ് ആസ് ഫോളോസ് ആണ്. ഏതൊക്കെയാണ്? 74% എന്താണ് ഓട്ടോമാറ്റിക് റൂട്ട് വഴിയാണ്. എന്താണ് ഓട്ടോമാറ്റിക് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണമായിട്ട് ഗവൺമെൻറ് സമ്മതം വേണ്ടാത്താണ് ഇത് ഓട്ടോമാറ്റിക് റൂട്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിലെന്താണ് പറഞ്ഞത്? ദ സാറ്റലൈറ്റ് മാനുഫാക്ചറിങ് ആൻഡ് ഓപ്പറേഷൻ സാറ്റലൈറ്റ് ഡാറ്റ പ്രൊഡക്റ്റ് ഗ്രൗണ്ട് സെഗ്മെൻറ്റ് ആൻഡ് യൂസർ സെഗ്മെൻ്റ് ആണ്. ആൻഡ് ബിയോണ്ട് 74% ഗവൺമെൻറ് റൂട്ട് അപ്ലൈസ് ആണ്. ആൻഡ് 49% അണ്ടർ ഓട്ടോമാറ്റിക് റൂട്ട് എന്തൊക്കെയാണ് വരുന്നത്? ലോഞ്ച് വെഹിക്കിൾസ്, അസോസിയേറ്റഡ് സിസ്റ്റംസ്, സബ് സിസ്റ്റം, ക്രിയേഷൻ ഓഫ് സ്പേസ് പോർട്ട്സ് ആണ്. ആൻഡ് 49% ഇൻ ദ ഗവൺമെൻറ് റൂട്ട് അപ്ലൈസ് ആണ്. ആൻഡ് അപ് ടു 100% എന്താണ് അണ്ടർ ഓട്ടോമാറ്റിക് റൂട്ട് എന്താണ് പറയുന്നത്? മാനുഫാക്ചറിങ് ഓഫ് കോമ്പോണൻസ് ആൻഡ് സിസ്റ്റംസ്, സബ് സിസ്റ്റംസ് ഫോർ സാറ്റലൈറ്റ്, ഗ്രൗണ്ട് സെഗ്മെൻറ്റ് ആൻഡ് യൂസർ സെഗ്മെൻ്റ് ഒക്കെ ഏതിൻ്റെ ഭാഗമാണ്? ഇതിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഗ്ലോഫ്. എന്താണ്? ദ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി NDMA ഹാസ് ടേക്കൺ അപ്പ് എക്സ്പെഡീഷൻസ് ടു ദി ഗ്ലേഷ്യേഴ്സ് അറ്റ് ആൻ ആൾട്ടിറ്റ്യൂഡ് ഓഫ് 4,500 meter above the map there, vulnerability to Glacial Lake outburst flood. ഓക്കെ, അതിൻ്റെ ഒരു ഇമേജ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ന്യൂസിൽ വരാനുള്ള കാരണം. എന്താണ് ഗ്ലോഫ്? എന്താണ് ഗ്ലോഫ് ഈസ് എ ടൈപ്പ് ഓഫ് ഫ്ലഡ് ഒക്കറിങ് ദ വെൻ വാട്ടർ ഡാംഡ് ബൈ ഗ്ലേഷ്യേഴ്സ് ഓർ എ മൊറൈൻ ഈസ് റിലീസ് സഡൻലി. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഗ്ലോഫ് എന്ന് വിളിക്കുന്നത്. വെൻ ഗ്ലേഷ്യേഴ്സ് മെൽറ്റ്, ദ വാട്ടർ ഇൻ ദ ഗ്ലേഷ്യേഴ്സ് ലേക്ക് അക്യുമുലേറ്റ്സ് ബിഹൈൻഡ് ലോസ് നാച്ചുറലി ഫോംഡ് ഗ്ലേഷ്യർ മൊറൈൻ ഡാംസ് മെയ്ഡ് ഓഫ് റൈസ്, സാൻഡ്, പേപ്സ് ആൻഡ് ഐസ് ആണ്. അൺലൈക്ക് earthen dams, the weak structure of the moraine dams leads to the abrupt failure of the moraine dam on the top of the glacial lakes, which hold a large volume of water. അതുപോലെ തന്നെ പറയുന്നത് എന്താണ്? A catastrophic failure of the dam can release the water over the periods of minutes to the days, causing extreme downstream flooding. Okay. നെക്സ്റ്റ് ന്യൂസ് യൂത്തനേഷ്യ ഇൻ ഇന്ത്യ. ഓക്കെ, യൂത്തനേഷ്യയുമായി ബന്ധപ്പെട്ടാണ്. എന്താണ് ന്യൂസ്? റീസെൻ്റ്ലി ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഡിനൈഡ് എ പെറ്റീഷൻ ഫ്രം എൽഡർലി കപ്പിൾ സീക്കിംഗ് പാസീവ് യൂത്തനേഷ്യ ഫോർ ദയർ
Cosmos, deeply unconscious son who has been bedridden for 11 years following a fall എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ന്യൂസ് വരാനുള്ള കാരണം. എന്താണ് പറയുന്നത്? ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ a landmark judgment in the common case versus Union of India recognized a person's right to die with dignity, saying a terminally ill person opt for passive euthanasia and execute a living will to refuse medical treatment എന്നുള്ളതാണ്. And it also laid down the guidelines for living will made by terminally ill patients who beforehand know about their chances of slipping into the permanent vegetative state. In the same, നമുക്കറിയാം ഇതേപോലെ തന്നെ 2011 കേസിൽ സുപ്രീം കോർട്ടിൻ്റെ വിധി എന്തായിരുന്നു? ദ സുപ്രീം കോർട്ട് റിയോഗ്നൈസ് പാസീവ് യൂത്തനേഷ്യ ഇൻ ദി അരുണ ഷാൻബാഗ് കേസ് ഫോർ ദ ഫസ്റ്റ് ടൈം. ആദ്യമായിട്ട് അരുണ ഷാൻബാഗ് കേസിലാണ് ആദ്യമായിട്ട് എന്താണ് പാസീവ് യൂത്തനേഷ്യ എന്താണ് ലീഗലാണ് എന്ന് ആര് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുക? സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എന്താണ് പറയുന്നതായിട്ട് കാണാൻ പറ്റുക. രണ്ട് പ്രധാനപ്പെട്ട കേസുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്നാമത്തെ കേസ് എന്ന് വിളിക്കുന്നത് ഏതാണ്? കോമൺ കേസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയും, അതുപോലെ തന്നെ രണ്ടാമത്തെ ഏതാണ്? അരുണ രാമചന്ദ്ര ഷാൻബാഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസുമാണ്. ക്ലിയർ? ഈ രണ്ട് കേസുകളാണ് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? ദ ചാൻസസ് ബ്രോട്ട്. ഇപ്പോഴത്തെയും മുമ്പത്തെയും വ്യത്യാസം എന്താണ്? ലിവിങ് വിൽ എന്താണ് നിലവിൽ എന്താണ്? ആൻഡ് അറ്റൻഷൻ ബൈ നോട്ടറി ഓർ ഗസറ്റഡ് ഓഫീസർ ടു ബി സഫീഷ്യൻറ്റ് ഫോർ ലിവിങ് വില്ലാണ്. പണ്ടെന്താണ്? ഇറ്റ് വാസ് നെസസറി ദാറ്റ് എ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അറ്റസ്റ്റ് ഓർ കൗണ്ടർ സൈൻ ലിവിങ് വില്ലാണ്. ആക്സസ് ദ ലിവിങ് വിൽ എന്താണ് പറയുന്നത്? ലിവിങ് will a part of the national health record which can be accused by Indian hospitals ആണ്. ഇവിടെയോ ലിവിങ് വിൽ വാസ് ക്യാപ്റ്റ് ഇൻ ദ കസ്റ്റഡി ഓഫ് ദ ഡിസ്ട്രിക്ട് കോർട്ട് കൺസേൺഡ് ആണ്. ഇവിടെയോ പ്രൈമറി ബോർഡ് ടു എക്സാമിൻ പേഷ്യൻസ് കണ്ടീഷൻ എന്നാണ്. എന്താണ്? 3 doctors including treating physician and 2 other doctors with 5 years of experience in the especially will be comprised to the primary board of doctors and primary board of doctors needs least to 4 experts from the general medicine and cardiology and neurology and nephrology, psychiatry or 1 oncology with the overall standing of least 20 years എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഇനി ടൈം ടു ടേക്ക് ഡിസൈഡിന് വ്യത്യാസം എന്താണ്? ഇവിടെ എന്താണ്? പ്രൈമറി സെക്കൻഡറി ബോർഡ് ഡിസൈഡ് വിത്തിൻ 48 hours ഓൺ ദ വിഡ്രോവൽ ഓഫ് ദ ഫർദർ ട്രീറ്റ്മെൻ്റ് ആണ്. ആൻഡ് ഇവിടെയോ 2018 ജഡ്ജ്മെൻറ്റിൽ എന്താണ് പറയുന്നത്? ഇൻ 2018 ജഡ്ജ്മെൻറ്റ് ഡിഡ് എസ്പെഷ്യലി എനി ഔട്ടർ ലിമിറ്റ് വിഡ്രോവൽ ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ആൻഡ് ഇവിടെ സെക്കൻഡറി ബോർഡ് എന്താണ് പറയുന്നത്? ഹോസ്പിറ്റൽ മസ്റ്റ് ഇമ്മീഡിയറ്റ് കൺസ്റ്റിറ്റ്യൂട്ട് എ സെക്കൻഡറി ബോർഡ് മെഡിക്കൽ എക്സ്പെർട്ട് ആണ്. ഇവിടെ എന്താണ്? ഡിസ്ട്രിക്ട് കളക്ടർ ഹാഡ് ടു കൺസൾട്ടേറ്റ് സെക്കൻഡ് ബോർഡ് ഓഫ് മെഡിക്കൽ എക്സ്പെർട്സ്. ഇതാണ് ആ ഡിഫറൻസ് പ്രധാനമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ പറ്റുക. ഓക്കെ, നെക്സ്റ്റ് വൺ പോളിയോ എന്താണ്? റീസെൻ്റ്ലി എ ചൈൽഡ് ഫ്രം മേഘാലയ വാസ് ഡയഗ്നോസ്ഡ് വിത്ത് ദ വാക്സിൻ ഡിറൈവ്ഡ് പോളിയോ. ഇതാണ് ന്യൂസ്. നമുക്ക് എന്താ നോക്കാം. എന്താണ് പോളിയോ എന്ന് പറയുന്നത്? പോളിയോമെറ്റിക്സ് ഈസ് എ ഹൈലി ഇൻഫെക്ഷ്യസ് വൈറൽ ഡൈസ് മെയിൻലി അഫക്റ്റിംഗ് ദ ചിൽഡ്രൻ. അക്കോർഡിംഗ് ടു WHO, the virus is transmitted from person to person mainly through the facial oral route ആണ്. ഇതിൻ്റെ സ്ട്രെയിൻസ് ആണ്. There are 3 types of polio virus strain, P1, P2 and P3. And P2 was eradicated globally in 1999. 1999 P2 പൂർണ്ണമായിട്ടും ഒഴിവാക്കി. India attained a polio free status in 2014 after successfully eliminated the wild P1 and P2 strains എന്നുള്ളതാണ്. ഇതിൻ്റെ വാക്സിനേഷൻ എന്താണ്? OPV എന്ന് പറയുന്നതാണ് അറ്റ് 6 week to 10 week and 14 weeks ആണ്. IPVO അറ്റ് 6 week and 14 weeks ആണ്. OPV ബൂസ്റ്റേഴ്സ് ബിറ്റ്വീൻ 16 and 24 months ആണ് എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്. നെക്സ്റ്റ് വൺ, ജ്യൂസ് പ്രോബ് ഡബിൾ സൈഡ് ഷോട്ട് മാൻ ക്രൂ എന്നാണ് പറയുന്നത്. എന്താണ് ന്യൂസ്? എന്താണ്? റീസെൻ്റ്ലി ദ യൂറോപ്യൻ സ്പേസ് ഏജൻസി ഇസ Jupiter IC Moon's Explorer JUICE probe performed a double slingshot maneuver using the gravitational forces of both the Moon and Earth in
ക്വിക്ക് സക്സഷൻ എന്നാണ്. എന്താണ് ജൂസ് പ്രോബ്? ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ April 2023 and aims to explore Jupiter and its three large icy moons with Callisto, Europa and Ganymede. And it will perform flyboys on the three large icy moons and finally orbit Ganymede to study the potential to support life. And following up NASA's 1990 Galileo missions to Jupiter and ESA lead JUICE mission will be orbit Jupiter. അതുപോലെ തന്നെ എന്താണ് അതർ ഇമ്പോർട്ടൻറ്റ് മിഷൻസ് ടു സ്റ്റഡി ജൂപ്പിറ്റർ? ജൂണോ മിഷൻ നാസ, കാസിനി ഹൈജൂൺസ് നാസ ആൻഡ് ഇസ ആൻഡ് ഗലീലിയോ നാസ. ഓക്കെ, നെക്സ്റ്റ് ന്യൂസാണ് അഗ്രികൾച്ചർ സെൻസസ്. എന്താണ് ന്യൂസ്? റീസെൻ്റ്ലി ദ യൂണിയൻ ഗവൺമെൻറ് urged status to swiftly adopt a implement the Digital General Crop Elimination Survey. That means DGCES, Digital Crop Survey and revamped Fasal program to improve farm production, estimated enhance data accuracy. ഓക്കെ, എന്താണ് അഗ്രികൾച്ചർ സെൻസസിനെ കുറിച്ചാണ് ന്യൂസ്. ഇനി ആരാണ് ഈ അഗ്രികൾച്ചർ സെൻസസ് കണ്ടക്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ദ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ കണ്ടക്ട് ദ അഗ്രികൾച്ചർ സെൻസസ് ടു ഗ്യാദർ ക്രൂഷ്യൽ ഡാറ്റ ഓൺ അഗ്രികൾച്ചർ സെക്ടർ. ഓക്കെ, അഗ്രികൾച്ചർ സെക്ടറിലെ ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതാരാണ് കണ്ടക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുക? ദ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ആണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ദ സെൻസസ് ഫോളോസ് ദ ഡിസിഷണൽ വേൾഡ് സെൻസസ് ഓഫ് അഗ്രികൾച്ചർ WCA ഗൈഡ്ലൈൻസ് സെറ്റപ്പ് ബൈ ദ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ഓഫ് ദ യുണൈറ്റഡ് നാഷൻസ് ആണ്. ആൻഡ് എന്താ പറഞ്ഞത്? ഡാറ്റ ഈസ് ക്ലാസിഫൈഡ് ബൈ ഡിഫറെൻറ്റ് സൈസ് ക്ലാസ്സസ്. ഓക്കെ, പല രീതിയിൽ നമുക്കിതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ്? മാർജിനൽ, സ്മാൾ, സെമി, മീഡിയം ആൻഡ് ലാർജ്. ഇങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലാസിഫൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ സോഷ്യൽ ഗ്രൂപ്പ്സ് ലൈക്ക് ഇൻക്ലൂഡിങ് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഒക്കെ കാണാൻ പറ്റും. ഇത് ഓരോ 5 വർഷം കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഇത് കണ്ടക്ട് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. സോ ഫാർ 10 അഗ്രികൾച്ചർ സെൻസസ് ഹാവ് കണ്ടക്റ്റഡ് ഇൻ ദ കൺട്രി. ഏകദേശം 10ഓളം അഗ്രികൾച്ചർ സെൻസസ് കണ്ടക്ട് ചെയ്തു 1970-71 മുതൽ. ഇനി കറണ്ട് അഗ്രികൾച്ചർ സെൻസസ് റെഫറൻസ് ഇയർ എന്ന് പറയുന്നത് 2021-22 ആണ്. ഇതെന്താണ്? 11th സീരീസ് ആണ് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളത് ഏതിൻ്റെ പ്രത്യേകതയാണ്? ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. വാട്ട് ആർ ദ കീ ഫാക്ട്സ് അബൌട്ട് ദി വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 WPA? എന്താണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്റ്റുമായി ബന്ധപ്പെട്ട് എന്താണ് കറണ്ട് അഫെയർ വന്നിരിക്കുന്നത്? റീസെൻ്റ്ലി the Ministry of Environment, Forest and Climate Change MOEFCC asked people, organization and zoos to register any exotic animals they have that are listed under the Schedule 4 of the Wildlife Protection Act 1972 and Amendment Act 2022. ഓക്കെ, ഇതെന്താണ് ന്യൂസായിട്ട് വരാനുള്ള എന്താണ് ഒരു കാരണം എന്ന് വിളിക്കുന്നത്? എന്താണ് പറയുന്നത്? അബൌട്ട് WPA എന്താണ്? 1972 നമുക്ക് എന്ത് ചെയ്യുന്നത്? ഈ നിയമം പാസ്സാക്കുന്നതായി കാണാൻ പറ്റുക. ഇതെന്താണെന്ന്? ഇറ്റ് എയിംസ് ടു പ്രൊട്ടക്ട് വൈൽഡ് അനിമൽസ്, ബേർഡ്സ് ആൻഡ് പ്ലാനറ്റ് ആൻഡ് അഡ്രസ് റിലീസ്ഡ് ഇഷ്യൂ ടു എൻഷുർ ദി ഇക്കോളജിക്കൽ ആൻഡ് എൻവയോൺമെൻറ്റ് സസ്റ്റൈനബിലിറ്റി ഓഫ് ദ കൺട്രിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഷെഡ്യൂൾസിൽ എന്താണ് പറയുന്നത്? ദ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ഹാസ് 4 ഷെഡ്യൂൾസ് ആഫ്റ്റർ ദ വൈൽഡ് ലൈഫ് അമെൻമെൻറ്റ് ആക്ട് 2022 ആണ്. ഇതിൻ്റെ ഷെഡ്യൂൾ 1 എന്താണ് പറയുന്നത്? ഫോർ species that receive the highest level of protection ആണ്. എക്സാമ്പിൾ ടൈഗർ, എലിഫൻറ്റ്സ്, റോനോ എക്സെട്ര. ഷെഡ്യൂൾ 2 എന്താണ്? ഫോർ സ്പീഷീസ് ദാറ്റ് റിസീവ് എ ലെസ്സർ ഡിഗ്രി ഓഫ് പ്രൊട്ടക്ഷൻ ആണ്. ലൈക്ക് കൈറ്റ്സ്, ഈഗിൾ, ഫാൽക്കോൺസ്. അതുപോലെ തന്നെ ഷെഡ്യൂൾ 3 ഫോർ പ്ലാന്റ് സ്പീഷീസും. ഷെഡ്യൂൾ 4 എന്താണ്? ദ സ്പീഷീസ് പ്രൊട്ടക്റ്റഡ് അണ്ടർ ദ കൺസർവേഷൻ ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് വൈൽഡ് ഫോണ ആൻഡ് ഫ്ലോറ സൈറ്റ്സ് ആണ് ഇതിൽ പറയുന്നത്. പറയുന്നതിന് എക്സാമ്പിളാണ് ഇത് ബിയർ. ഇങ്ങനെ പ്രധാനമായിട്ടും 4 ഷെഡ്യൂൾസാണ് ഇതിൽ കാണാൻ പറ്റുക. ഈ ഒരു ആക്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ പറ്റുക എന്നുള്ളതാണ്. ക്ലിയർ? നെക്സ്റ്റ് ന്യൂസ് എന്താണ്? സൈക്ലോൺസ് ആർ ഗിവൺ ഡിഫറെൻറ്റ് നെയിംസ് ഇൻ ഡിഫറെൻറ്റ് റീജൻസ് ഓഫ് ദ വേൾഡ് ആണ്. എന്താണ്? റീസെൻ്റ്ലി എ ലക്ഷറി യാച്ച് സാങ്ക് ആഫ്റ്റർ ബീയിങ് സ്ട്രക്ക് ബൈ വയലൻറ്റ് സ്ട്രോം ഓഫ് കോസ്റ്റ് ഓഫ് സിലിസി, ഇറ്റലി. എക്സ്പേർട്ട് ബിലീവ് the storm may have been waterspout which is Toronto-like
ഫെനോമിനൻ ദാറ്റ് ഫോംസ് ഓവർ വാട്ടർ ആണ്. ഓക്കെ, ഇതെന്താണ് പ്രധാനമായിട്ടും ഇതൊക്കെയാണ്. ടൈഫോൺസ് ഏതൊക്കെയാണ്? ദ ചൈനാസിയൻ പസഫിക് ഓഷൻ ആണ്. ഹുറിക്കൻസ് ഏതാണ്? ഇൻ ദ വെസ്റ്റ് ഇന്ത്യൻ ഐലാൻഡ് ആൻഡ് കരീബിയൻ സീ ആൻഡ് അറ്റ്ലാന്റിക് ഓഷൻ ആണ്. ടോറൻഡോസ് ഏതാണ്? ദ ഗുയാന ലാൻഡ് ആൻഡ് വെസ്റ്റ് ആഫ്രിക്ക ആൻഡ് സദേൺ USA ആണ്. വില്ലി വിലിസ് എന്താണ്? ദ നോർത്ത് വെസ്റ്റേൺ ഓസ്ട്രേലിയ. ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഏതാണ്? ഇൻ ദ ഇന്ത്യൻ ഓഷൻ ആണ്. ഇതിൽ സിൽക്കി എന്ന് പറയുന്നത് എന്താണ്? ലാർജസ്റ്റ് ഐലാൻഡ് ആണ്, മെഡിറ്ററേനിയൻ സീയിലാണ് കാണുന്നത്. ലൊക്കേറ്റഡ് എന്താണ്? സൗത്ത് ഇറ്റാലിയൻ പെനിസുലയാണ്. ആൻഡ് ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് എൻ ഓട്ടോണോമസ് റീജിയൻ ഓഫ് ഇറ്റലി അലോങ് വിത്ത് ദ ഇഗഡി, ലിപ്പരി, പ്ലേഗ് ആൻഡ് ദി പെറ്റനിയ ഐലാൻഡ് ആണ്. ആൻഡ് ക്യാപിറ്റൽ ഓഫ് സിൽക്കി എന്ന് പറയുന്നത് പാലിറമോ, വിച്ച് ഈസ് ആൾസോ ദ ലാർജസ്റ്റ് സിറ്റി ഓൺ ദ ഐലാൻഡ് എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ? നെക്സ്റ്റ് വൺ എന്താണ്? ചിബിൻ എന്താണ്? എ ന്യൂ ഡ്രഗ് ഡെലിവറി method has been developed that can be prove useful to patients suffering from the asthma, cystic fibers, human immunodeficiency virus, cancer, or those exposed to corticosteroid medication for an extended duration ആണ്. എന്താണ് പറയുന്നത്? Scientists have used to systematic fungicide nicomycin to develop nicomycin loaded polymeric nanoprotein, and nicomycin is produced by the bacteria Streptococcus spp. ഇതാണ് ഇത് ന്യൂസിൽ വരാനുള്ള കാരണം. എന്താണ് ചിറ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ സ്ട്രോങ് നാച്ചുറൽ മെറ്റീരിയൽ ഫൗണ്ട് ഇൻ ദ ഔട്ടർ ഷെൽസ് ഓഫ് ഇൻസെക്ട്സ്, അതുപോലെ തന്നെ എന്താ കാപ്സ്, ലോബ്സ്റ്റേഴ്സ് ആൻഡ് അതർ ആന്ത്രോപോഡ്സ് ആണ്. ആൻഡ് ആസ് വെൽ ആസ് ഇൻ ദ സെൽസ് വാൾസ് ഓഫ് ഫുംഗി ബട്ട് നോട്ട് ഫൗണ്ട് ഇൻ ദ ഹ്യൂമൻ ബോഡി. പക്ഷേ നമുക്ക് അവിടെ കാണാൻ പറ്റില്ല, ഹ്യൂമൻ ബോഡിയിൽ കാണാൻ പറ്റില്ല. ആൻഡ് it was made along the chains of glucose molecules similar to the cellulose in plants ആണ്. അതുപോലെ തന്നെ ചിറ്റിൻ പ്രൊവൈഡ് സ്ട്രക്ചറൽ സപ്പോർട്ടാണ് ആർക്കൊക്കെ? പ്രൊട്ടക്ഷൻ, ആക്ടിങ് ലൈക്ക് ടഫ് ആർമർ ഫോർ ദീസ് ഓർഗാനിസം. അതുപോലെ തന്നെ എന്താ പറയുന്നത്? ഇൻസെക്ട്സ് ക്രസ്റ്റൈൻസ് ഇൻ ദ ഫോം ഹാർഡ് exogen that helps them keep their shape and defeat against the predators എന്നുള്ളതാണ്. ഇൻ ഫുംഗി ദ ചിറ്റിൻ strengthens the cell walls, helping the organism maintain its form and protect itself from the environmental stress എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് പറഞ്ഞാണ് ഇത് മുത്തമിസ് മുരുഗൻ ഇൻ്റർനാഷണൽ കോൺഫറൻസ് 2024. എന്താണ് ന്യൂസ്? റീസെൻ്റ്ലി ദ മുത്തമിസ് മുരുഗൻ ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഇൻ Palani showcased Tamil culture and spirituality, drawing over the lakh devotee from around the world. Okay. The conference objective എന്തൊക്കെയാണ്? Including spreading the core principles of Murugan worship, making philosophical doctrine like accessible, uniting global devotees, and propagating techniques from the Puranas and Tirumurais. അതുപോലെ തന്നെ Lord Murugan is also known as Kratiya, Shankta, and Subramanya is a Hindu deity. He is the son of Lord Shiva and goddess Parvati, depicted with the 6 faces of peacock as his mount. And Murugan is the primary Hindu god in the Tamil Nadu, and he is also reserved in other parts of India, Malaysia, Singapore, Mauritius, Reunion Island and the Sri Lanka എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് സെഡോങ്കു ഗുല്ലി. എന്താണ്? എ റീസെൻറ്റ് സ്റ്റഡി ഇൻ ദ ജേർണൽ ഓഫ് റോക്ക് മെക്കാനിക്സ് ആൻഡ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ഹാസ് റൈസ്ഡ് കൺസേൺ അബൌട്ട് ഇൻക്രീസിംഗ് ഫ്രീക്വൻസി ഓഫ് മാസ്റ്റിംഗ് events Shidongu Gulli since 2017, with the implications for the India's northeastern state and due to the region's proximity and river systems. Okay. എന്താണ് ഷെഡോങ്കു ഗുല്ലി? A Shidongu Gulli located in the catchment area of Shidongu Glacier in Tibet. A gully is the landform created by erosion from running water from mass movement or both. And എന്താണ്? It drains into the Verlangzango or the Tizango river near, takes a sharp turn called the Great Bend while flowing around Namanja Barwa, altitude 7782 meters and
Glacier Perry 7294 meters created Gorge 505 kilometer along the 6099 meters എന്നുള്ളതിൻ്റെ പ്രത്യേകതയാണ്. ഇതെന്താണ് ഡീപ്പസ്റ്റ് ഗോർജസ് ഇൻ ദ എർത്ത് ആണ്. And the Great Bend is close to Tibet border with the Arunachal Pradesh where tap Dizengo flows to the Siang River ആണ്. And in Assam further downstream the Siang meets the Dibang and Lohit to form the Brahmaputra which flows the Jumuna in Bangladesh എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് വണ്ണാണ് ഇത് ക്രോസ് ബോർഡർ പേയ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ. റീസെൻ്റ്ലി the Financial Stability Board has emphasized the urgent need to address Infinicious cross-border payments (CPB) system. With the global cross-border payments market set to rarely double by 2032, improving these systems has become a critical focus. ഇതാണ് ന്യൂസ് വരാനുള്ള കാരണം. എന്താണ് ക്രോസ് ബോർഡർ റെമിറ്റൻസിനെ കുറിച്ച് ഇതിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് പ്രീ ടെക്നോളജിയാണ്. എന്താണ് Before technological advancement, non-residential Indian NRIs used a demand draft drawn Federal Bank which are sent via courier encashment. In online remittance, it mid-20 National Electronic Fund Transfer was launched and allows direct and secure transaction to accounts in India. NEFT എന്നാണ് a nationwide centralized payment system owned and operated by Reserve Bank of India. And IMPS integrations എന്താ the launch of the immediate payment service IMPS by NPCI allowed for the credit to be completed in the under 3 minutes further enhancing efficiency ആണ്. And UPI for foreign inward remittance ആണ് എന്താണ് the integration of the unified payments interface for the foreign inward remittance FIR further streamlined and invoked the remittance process ആണ്. Regulatory changes എന്താണ് the RBI introduced the payment aggregates for the cross-border transactions to streamline and regulate cross-border payments including import and export transactions. This new framework replaces previous guidelines and subject all entities involved in the cross-border to direct RBI oversight എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്. നെക്സ്റ്റ് 13ാമത്തെ ന്യൂസ് എന്താണ് ലിവിങ് ഫോസിൽസ് ആണ്. ന്യൂസ് എന്താ Recently, the Zoological Survey of India, ZSI, and Odisha Forest Department have started exercise tag horseshoe crabs conserve this ancient species. Living fossils are species that have survived for millions of years, maintaining the same traits as their ancient ancestors. These organs provide invaluable insights into Earth evolutionary history and ancient ecological landscape. In other examples ഏതൊക്കെയാണ് കോളന്റ് എന്താണ് rust covered in 1938 of the coast of South Africa. This deep sea fish notable for the lobe spines which functions similarly to the lumps. Glingo biloba എന്താണ് the sole surveying member of an ancient group of plants. It has distinctive fan-shaped leaves that have remained unchanged for millions of years ആണ്. ഉളൈനി പിന്നെന്താണ് a rare planet discovered in 1994 in the Australia known for its ancient lineage ആണ്. Tutera, a reptilian species unique to New Zealand representing a link to ancient reptiles ആണ്. Okay, next one എന്താണ് Malaysia's orang diplomacy. Recently, Malaysia has withdrawn to proposal to a gift apt species orangutans to the country that import Malaysian palm oil inspired by China's panda diplomacy ആണ്. Okay, എന്താണ് പറയുന്നത് about orangutan Pongo. The Malay wood orangutan means person of forest എന്നാണ്. And these are highly intelligent, long-haired, organized primates found only in Borneo and Sumatra. അതിൽ 3 സ്പേസസിൻ്റെ ഏതൊക്കെയാണ് ബൊറൈൻ, സുമേത്ര ആൻഡ് തപ്നൂലി. And they have long arms and gripping hands and feet, moving through the trees and eating fruit and playing key role in seed dispersal ആണ്. And unlike other great apes,
They are more solicitory and communicate primarily through the facial expressions and body language ആണ്. They are endangered due rapid forestation largely driven by palm oil plantations ആണ്. IUCN സ്റ്റാറ്റസ് എന്താണ്? ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. നെക്സ്റ്റ് വൺ ആണ് ഇത് മലേഷ്യാസ്. ഓക്കെ, ഇതാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത്. ആൻഡ് നെക്സ്റ്റ് വൺ അപ്രൂവൽ ഓഫ് വിഗ്യാൻ ധാര സ്കീം. എന്താണ്? The Union Cabinet approved the continuation and merger of various schemes of the Department of Science and Technology (DST) into three major components under a unified central sector scheme named Vigyan Dhara. ഇതെന്താണ്? എക്സിസ്റ്റിംഗ് സ്കീംസ് ഏതൊക്കെയാണ്? ഇൻസ്പയർ പ്രോഗ്രാം വുഡ് fall under these three components. ഡ്യൂറേഷൻ എന്താണ്? The scheme has proposed for the 15th Finance Commission filled from 2021, 22, 25 to 26. ഇതിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണ്? ടു പ്രൊമോട്ട് S&T capacity building, research, innovation and technology development ആണ്. thereby strengthening the science, technology and innovation ecosystem ആണ്. ജെൻഡർ പാരിറ്റി എന്താണ്? The scheme include focused intervention to increase women's participation in science and technology with the ultimate goal of achieving gender പാരിറ്റി ഇൻ സയൻസ് ആണ്, ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ ആണ്. വികസിത് ഭാരത് 2047 എന്താണ്? ഓൾ പ്രോഗ്രാം അണ്ടർ വിഗ്യാൻ ധാര വിൽ ബി അലൈൻഡ് വിത്ത് DST's 5-year goals towards realizing the vision of വികസിത് ഭാരത് 2047 ആണ്. ആൻഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റോ the R&D component to the scheme will be aligned with the Anusadhan National Research Foundation, adhering to the global standards while the addressing national priorities. ഒക്കെ ഇതിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് എന്ത്? India-US relation. Recently, India and the US have signed two key pacts of non-binding security of supply arrangement and the memorandum of agreement regarding assignment of liaison officers ആണ്. ഓക്കെ, ഇതിലെന്തൊക്കെയാണ് എക്കോണമിക് റിലേഷൻസ് എന്തൊക്കെയാണ് വരുന്നതായിട്ട് കാണാൻ പറ്റും? എക്കോണമിക് റിലേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ്? ഒന്ന്, US became India's biggest ട്രേഡിംഗ് പാർട്ട്ണറാണ്. ഏത് വർഷത്തെ? 2022-23, ഫോളോ ബൈ ചൈന ആൻഡ് UAE ആണ്. ആൻഡ് ദ ബൈലാറ്ററൽ ട്രേഡ് ഹാസ് ഇൻക്രീസ്ഡ് 7.65%. ഏത് വർഷമാണ്? 2022-23 ആണ്. ഡിഫൻസ് കോർപ്പറേഷൻ എന്തൊക്കെയാണ്? India-US ഡിഫൻസ് ആക്സലറേഷൻ ഇക്കോസിസ്റ്റം ഉണ്ട്. അതുപോലെ ഫൈറ്റർ ജെറ്റ് ഡീല്, ഡിഫൻസ് ടെക്നോളജി ആൻഡ് ട്രേഡ് ഇനീഷ്യേറ്റീവ് 2012 ആൻഡ് ന്യൂ ഫ്രെയിംവർക്ക് ഫോർ India-US ഡിഫൻസ് റിലേഷൻസ് 2005 ആണ്. ഇനി സയൻസ് ആൻഡ് ടെക്നോളജി നോക്കുകയാണെങ്കിൽ എന്താണ്? ഇനീഷ്യേറ്റീവ് ഓൺ ക്രൂഷ്യൽ ആൻഡ് എമേർജിംഗ് ടെക്നോളജി ISET 2022, ക്രിട്ടിക്കൽ മിനറൽസ് പാർട്ട്ണർഷിപ്പ്, കൊളാബറേഷൻ ഇൻ സ്പേസ്, ആർട്ടിയൻസ് അക്കോർഡ്, നാസ ISR സിന്തസിസ്, അപ്രാച്ചർ റീഡർ. അതുപോലെ തന്നെ എന്താണ്? സിവിൽ ന്യൂക്ലിയർ കോർപ്പറേഷനിൽ 2008 മുതൽ നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട്. എനർജി ക്ലൈമറ്റ് ചേഞ്ചിലൊക്കെ ഏതൊക്കെയാണ്? ജോയിൻറ്റ് ക്ലീൻ എനർജി റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ, അതുപോലെ ക്ലീൻ എനർജി അജണ്ട, ഗ്ലോബൽ ബയോഫ്യൂൽ അലയൻസ് ഇന്ത്യ, ബ്രസീൽ, US, കൗണ്ടർ ടെററിസം ആൻഡ് കോർപ്പറേഷൻ ഇനിറ്റിയേറ്റ്. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് എന്താണ്? 17ാമത്തെ എന്താ? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, നബാർഡാണ് ന്യൂസിൽ വന്നിരിക്കുന്നത്. എന്താണ്? റീസെൻ്റ്ലി ദ യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്റർ addressed the high attrition rates in the regional rural banks, arguing these institutions adopt more employee-friendly policies. ഓക്കെ, ഇതാണ് എന്താണ് ന്യൂസിൽ വരാനുള്ള എന്താണ് ഒരു കാരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്താണ് ന്യൂസ്. ദ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻ്റ് ആണ്. ദ RBI formed the committee to review arrangements for institutional credit for agriculture and rural development in 1979 to address the need for the institutional credit in rural areas. And the committee recommendation led to the creation of NABARD, which was established in 1982 under the National Bank for Agriculture and Rural Development Act on 1981 by transferring agriculture credit functions from RBI and refinance functions from the Agriculture Refinance and Development Corporation. And NABARD envisions itself development bank and nation fostering rural prosperity
ഫോക്കസിങ് ഓൺ എൻഹാൻസിങ് റൂറൽ ലൈവ്ലിഹുഡ് ആൻഡ് ബൂസ്റ്റിംഗ് ദ റൂറൽ എക്കോണമി എന്നുള്ള ഇതിൻ്റെ ഭാഗമാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ന്യൂസ് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. ഓക്കെ, 18 എന്താണ്, ഗുമതി റിവർ ആൻഡ് ദാമോദർ ഡാം ആൻഡ് ധുംബോർ ലേക്ക് എന്താണ്, ബംഗ്ലാദേശ് ഹാസ് റീസെൻ്റ്ലി ഫേസ്ഡ് സെവറൽ ഫ്ലഡ്സ് ലീഡിംഗ് ദ കൺസേൺ ദാറ്റ് വാട്ടർ മൈറ്റ് ബി ബിക്കമിങ് ദ ധുംബർ ഡാം ഇൻ ത്രിപുര, ഇന്ത്യ. ഇതാണിത് ന്യൂസിൽ വരാനുള്ള എന്താണ് കാരണം എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്താണ് ഖുമതി റിവർ എന്താണ്, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ ഗോമതി, ഖുമതി ഓർ ഖോമാതി, വിച്ച് originates in Tripura, flows through the district of Komila in Bangladesh ആണ്. ഓക്കെ, ആൻഡ് ദ റൈറ്റ് ബാങ്ക് ട്രൈബ്യൂട്ടറീസ് ഏതൊക്കെയാണ്, ഗുമതി റിവർ ഇൻക്ലൂഡ് ഖാഞ്ചി ഗംഗ്, പിതൃഗംഗ്, സൺഗംഗ്, മാലിക് ഛാര ആൻഡ് സുർമ ഛാര, വൈൽ ദ ലെഫ്റ്റ് ബാങ്ക് ട്രൈബ്യൂട്ടറീസ് ആർ ഏക് ഛാരി, മഹാറാണി ഛാര ആൻഡ് ഗംഗയാണ്. ഓക്കെ, പിന്നെ വരുന്നതാണ് ഇത് ധുംബോർ ഡാം എന്താണ്, ഇറ്റ് ഈസ് ബിൽറ്റ് അപ്പോൺ ദ ഗുമതി റിവർ ഇൻ ത്രിപുരയാണ്. ഇറ്റ് ഈസ് 30 meters in height and generation power that feeds into a grid. Bangladesh draws 400 megawatt of power from Tripurana. Okay, പിന്നെ വരുന്നതാണ് ഇത് ധുംബോർ ലേക്ക് എന്താണ്, ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ ഗന്ധാചാര നിയർ അഗർത്തല ആൻഡ് ഇറ്റ് ഈസ് നിയർ ദ Trumukh Hydel project and the source of the Gomadi river and formed by the confluence of the Raima and Sharma rivers. It is known for the diverse fish species and the lake hosts the annual Paush Sankranti Mela on 14th January every year എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്. നെക്സ്റ്റ് വണ്ണാണ് ഇത് 165th anniversary of income tax day എന്നാണ്. റീസെൻ്റ്ലി the Union Finance Minister presided over the 165th anniversary of Income Tax Day observed by Central Board of Direct Taxes in New Delhi, highlighting the Income Tax Department's significant achievements ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. 1860 എന്ത് ചെയ്യുന്നത് ഇൻകം ടാക്സ് എന്നാണ് സർ ജെയിംസ് വിൽസൺ എന്ത് ചെയ്യുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 1922 എന്താണ് കോംപ്രഹെൻസീവ് ഇൻകം ടാക്സ് ആക്ട് പാസ്സാക്കി. 1924 എന്താണ് സെൻട്രൽ ബോർഡ് ഓഫ് റവന്യൂ ആക്ട് എന്ത് ചെയ്തു കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1946 റിക്രൂട്ട്മെൻറ്റ് ഓഫ് ഗ്രൂപ്പ് എ ഓഫീസേഴ്സ്. 1987 എന്താണ് IRS ഡിസ്ട്രിക്ട് ആക്ടർ സ്റ്റാഫ് കളക്ടഡ് സ്റ്റാർട്ടഡ് ആൻഡ് ലേറ്റർ നെയ്മഡ് നാഷണൽ അക്കാഡമി ഫോർ ഡയറക്ട് ടാക്സസ്. 1980 എന്താണ് ഇനീസിയേഷൻ ഓഫ് കമ്പ്യൂട്ടൈസേഷൻ ഇൻ ദ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. 2009 എന്താണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സെൻട്രലൈസ്ഡ് പ്രോസസ്സിംഗ് സെൻറ്റർ ഇൻ ബാംഗ്ലൂരു. 2014 launched new national website of income tax department. 2020 introduced a wide Vishwas scheme to reduce litigations and generate government revenues. 2021 എന്താണ് launched a new e-filing portal. ഇതൊക്കെ ഏതിൻ്റെ പ്രത്യേകതയാണ്, ഇൻകം ടാക്സിൻ്റെ പ്രത്യേകതയാണ്. നെക്സ്റ്റ് വണ്ണാണ് ഇത് ഹ്യൂമനോയിഡ് സ്കൾ ഫോർ ഗംഗെ മിഷൻ എന്താണ്. റീസെൻ്റ്ലി ദ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO ട്രിവാൻഡ്രം unit has finished the design of the skull of humanoid the Gangaian mission ആണ്. ഓക്കെ, നോക്കാം എന്താണ് ഇറ്റ് വെയ്റ്റ്സ് 800 grams measures and 200 mm and 220 mm. It made from high strength aluminum alloy that can endure the pressure and vibration. And before launching astronauts for the Gangayaan mission in 2025, ISRO will send a humanoid robot Yomitra into the space into test spacecraft safety, and Yomitra will reassemble the upper human body featuring movable arms, face and neck equipped with the sensors to perform the human-like functions and assess the impact of space travel. Okay, and next news rubber board എന്താണ് India's experiencing a significant shortage of natural rubber with the domestic production lagging behind deemed by the approximately 5.5 lakh tons ആണ്. റബ്ബർ ബോർഡ് എന്താണ് the rubber board of statutory body constituted under the Rubber Act 1947 for the overall development of the rubber industry in the country ആണ്. And it function under the Ministry of Commerce and Industry of Government of India ആണ്.
ദ ബോർഡ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് സിറ്റുവേറ്റഡ് ഇൻ കോട്ടയം കേരള. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണ്? റബ്ബർ ബോർഡിൻ്റെ അണ്ടറിലാണ്. നെക്സ്റ്റ് ആണ് ഇന്ത്യാസ് ഇനീഷ്യേറ്റീവ് റിലേറ്റഡ് ടു ലെപ്റ്റോണിക്സ് എന്താണ്? കേരള ഹാസ് റീസെൻ്റ്ലി എക്സ്പീരിയൻസ്ഡ് site of relief of threat a Nipah virus outbreak diminished with no new cases reported during the critical 40-day observation period. Okay. India's initiative അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ് സ്കീമുകൾ ഏതൊക്കെയാണ്? പ്രോഗ്രാം ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ലെപ്റ്റോയിഡ്സ് ആണ് ലോഞ്ച്ഡ് ഇൻ ഡ്യൂറിംഗ് ദ 12th 5-year പ്ലാൻ ആണ്. ദിസ് പ്രോഗ്രാം എയിംസ് ടു റെഡ്യൂസ് ദ നമ്പർ ഓഫ് ഡെത്ത് ആൻഡ് ഇൽനെസ് കേസ്ഡ് ബൈ leptonics and One Health approach ആണ്. This strategy integrates human, animal and environmental health control. Leptons ആണ്. One Health approach emphasizes the importance of the holistic approach manage and prevent the disease ആണ്. And next news ആണ് ഇത് adjournment signed എന്താണ്? Recently both houses of parliament, Lok Sabha and Rajya Sabha were adjourned signed after the budget session. Okay. എന്താണ് അഡ്ജർമെൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ? റെഫേഴ്സ് ടു ദ ടെർമിനേഷൻ ഓഫ് ദ പെർമനൻ്റ്ലി സെഷൻ ഫോർ ദ ഇൻഡെഫിനിറ്റ് പീരിയഡ് വിത്തൗട്ട് ദ ഷെഡ്യൂൾഡ് ഡേറ്റ് ഓഫ് റീകൺവീൻസിംഗ് ആണ്. ആൻഡ് ലോക്സഭ ഹെൽഡ് 15 സിറ്റിംഗ് ടോട്ടലിംഗ് 155 hours with the productivity rates of 136%. Meanwhile, the Rajya Sabha functioned for 19 hours and 35 minutes, achieving a productivity rate of 118%. During the session, overall 27 hours in the Lok Sabha were dedicated to budget discussion എന്നുള്ളത് ഇതിൻ്റെ പ്രത്യേകതയാണ്. നെക്സ്റ്റ് ന്യൂസ് ആണ് ഇത് സുപ്രീം കോർട്ടുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ വന്നിട്ടുണ്ട്. ഓക്കെ, സുപ്രീം കോർട്ടിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും പല കറണ്ട് അഫെയറിലായി പറഞ്ഞിട്ടുണ്ട്. അത് വീണ്ടും വളരെ വലിയ രീതിയിൽ ഡീറ്റെയിൽ ചെയ്യുന്നില്ല, ജസ്റ്റ് ചില പോയിന്റുകൾ മാത്രം. 1773 റെഗുലേറ്റിംഗ് ആക്ട് പാസ്സാവുന്നതോടെയാണ് ആദ്യമായിട്ട് സുപ്രീം കോർട്ട് കൽക്കട്ടയിൽ വരുന്നത്. പിന്നീട് 1800 മദ്രാസിൽ, 1823 ബോംബെയിലും, 1861 എന്താണ് ഹൈക്കോർട്ട് ആക്ട് പാസ്സാകുന്നത് വഴി ഹൈക്കോർട്ട് അബോളിഷ് ചെയ്ത് സുപ്രീം കോർട്ട് എന്താ പറയുന്നത് ഹൈക്കോർട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ സുപ്രീം കോർട്ട് എന്ത് ചെയ്തു? അബോളിഷ് ചെയ്തു. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ കീഴിലാണ് പിന്നീട് ഫെഡറൽ കോർട്ട് വരുന്നത്. 1950 ആർട്ടിക്കിൾ 124 കീഴിൽ എന്ത് ചെയ്യുന്നത് സുപ്രീം കോർട്ട് നിലവിൽ വരുന്നതായിട്ട് കാണാൻ പറ്റുക. ബാക്കിയുള്ളതൊക്കെ ഓൾറെഡി നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അതിലേക്ക് വീണ്ടും പോകുന്നില്ല. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ന്യൂസ്, ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ് പ്രൊമോട്ട് സ്പോർട്സ് കൾച്ചറാണ്. എന്താണ്? റീസെൻ്റ്ലി നാഷണൽ സ്പോർട്സ് ഡേ NSD 2024 വാസ് സെലിബ്രേറ്റഡ് ഓൺ 29th August 2024 ആണ്. ഓൺ ദ birth anniversary of Major Dhyan Chand to promote sports and physical fitness in India through various events and activities. Okay. ഇനി ഇത് സ്പോർട്സുമായി ഗവൺമെൻറ് കൊണ്ടുവന്ന സ്കീമുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഫിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്, ഖേലോ ഇന്ത്യ, സായ് ട്രെയിനിങ് സെൻറ്റർ സ്കീം, സ്പോർട്സ് ആൻഡ് ടാലൻറ്റ് റിസർച്ച് പോർട്ടൽ, നാഷണൽ സ്പോർട്സ് അവാർഡ് സ്കീം ആൻഡ് ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം ഒക്കെ ഇതിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കറണ്ട് അഫെയർസാണ് എന്ത് ചെയ്യാറുള്ളത് ഈ ആഴ്ചയെന്ന് നമുക്ക് നോക്കാമല്ലോ. ഓക്കെ, താങ്ക് യു.